നഗരസഭകളും പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച ഇടതുപക്ഷ വികസന സെമിനാറുകൾ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ജനങ്ങൾക്കു മുന്നിൽ അവതരിപ്പിക്കുകയും ചർച്ചകളിലൂടെ വിപുലപ്പെടുത്തുകയുമാണ് ഈ പരിപാടി കൊണ്ട് മുന്നണി നേതൃത്വം ഉദ്ദേശിക്കുന്നത്. മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വികസന സെമിനാറുകൾ നടന്നുവരുന്നത്. കഴിഞ്ഞ തവണ ഭരണം നടത്തിയ പഞ്ചായത്തുകളിൽ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. അണികളെ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും സജ്ജരാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിലിക്കോട് പഞ്ചായത്ത് വികസന സെമിനാർ ഏച്ചിക്കോവിലിൽ നടന്നു. പി കരുണാകരൻ എം പി, കെ കുഞ്ഞിരാമൻ MLA തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ നയരംഗത്ത്, കാർഷിക നയരംഗത്ത്, തൊഴിൽ നയരംഗത്ത്, സാംസ്കാരിക നയരംഗത്ത് എന്നുള്ളത് വളരെ വിപുലമായിട്ടുള്ള ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉയർത്തിരിഞ്ഞ അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന സമയത്ത് നടപ്പിലാക്കാൻ അത് തടയണം, അതിനാവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കണം. കൃഷിക്കാരൻ ഒന്നിച്ച കടബാധ്യതയാണ്. ആ കടബാധ്യത ഉയർത്തിക്കൊടുക്കാൻ തിരിച്ചെടുക്കാൻ ഒരു കഴിവും സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയും കൃഷിക്കാരനെ സംബന്ധിച്ചുകൊണ്ട് ആ കടബാധ്യത പൂർണ്ണമായിട്ട് എഴുതിത്തള്ളണം. എന്നാൽ മാത്രമേ കർഷകാലത്ത് കഴിയാൻ വേണ്ടി കഴിയുള്ളൂ എന്ന അടിസ്ഥാനത്തിൽ ഇന്നലെ അവിടെ ബന്ധായി തെലുങ്കാനയിൽ ബന്ധായി. ഇതാണ് ഇന്ത്യ നമ്മുടെ കേരളത്തിലും ആത്മഹത്യ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതു തരംഗമുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. പിലിക്കോട് പഞ്ചായത്തിലെ ഇടതു സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച പത്രിക നൽകി. സംസ്ഥാന സർക്കാർ അഴിമതി മുഖമുദ്രയാക്കിയിരിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ആരോപിച്ചു. കിന്നാനൂർ കരുന്നള പഞ്ചായത്ത് വികസന രേഖ വിഷൻ 2015-2020 പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വികസന കാഴ്ചപ്പാട് ജനപിന്തുണയോടെ രൂപീകരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ്. പഞ്ചായത്തിന്റെ വികസന രേഖ തയ്യാറാക്കി സമർപ്പിച്ചുകൊണ്ട് LDF അധികാരത്തിൽ വന്ന ഒരു പഞ്ചായത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യും എന്ന് തീരുമാനിക്കുകയും ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായം രൂപീകരിക്കുകയുമാണ് ആദ്യമായി ചെയ്തത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ചിലയിടങ്ങളിൽ പെട്ടികൾ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തി നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. വാർഡ് കൺവെൻഷനെല്ലാം വിളിച്ചു ചേർത്ത് അവിടെ ആളുകൾക്ക് അഭിപ്രായമായി വരാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ സെമിനാർ നടത്തിക്കൊണ്ട് ആ സെമിനാറിനകത്തേക്ക് വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖയുമായി വരാൻ തദ്ദേശവാസികളായിട്ടുള്ള പൗരന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു. മികച്ച പ്രതികരണമാണ് ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ലഭ്യമായിട്ടുള്ളത്. അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് UDF സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തിയതെന്നും KK ശൈലജ അഭിപ്രായപ്പെട്ടു. N പുഷ്പരാജന്റെ അധ്യക്ഷതയിൽ KP സതീഷ് ചന്ദ്രൻ, KP നാരായണൻ, VK രാജൻ, TK രവി, M ലക്ഷ്മി, PA നായർ, NK തമ്പാൻ തുടങ്ങിയവരും സംസാരിച്ചു. ആത്മവിശ്വാസത്തോടെയാണ് ഇടതുമുന്നണി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്നതെന്ന് P കരുണാകരൻ MB നീലേശ്വരത്ത് പറഞ്ഞു. നീലേശ്വരം നഗരസഭാ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും വികസന സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നുള്ള ഒരഭിപ്രായം ആദ്യഘട്ടത്തിൽ UDF മുമ്പോട്ട് വെച്ചു. പക്ഷെ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് അവർക്കതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് തെരഞ്ഞെടുപ്പിന്റെ തീയതി മാറ്റാനുള്ള, സമയം മാറ്റാനുള്ള വലിയ സമ്മർദ്ദം നടത്തി. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വഴങ്ങിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന് എതിരായ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ ഗവൺമെന്റ് അപ്പീലുമായി പോയി. ഗവൺമെന്റ് വാദഗതി തള്ളി. പിന്നീട് അവർ ഡിവിഷൻ ബെഞ്ചിൽ പോയ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇടപെടാൻ കഴിയില്ല, അത് പൂർണ്ണമായിട്ടും തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരവും അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ വാദഗതി തള്ളുകയാണ് ചെയ്തത്. P വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ KP സതീഷ് ചന്ദ്രൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, K ബാലകൃഷ്ണൻ, P അമ്പാടി, T ഗോവിന്ദൻ, K രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു.